പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ചക്കയുടെയൊക്കെ ഒരു സീസണാണല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പ്രഷർ കുക്കറിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചക്കപ്പുഴുക്ക് തയ്യാറാക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ചക്ക ചവണിയും കുരുവൊക്കെ ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് പ്രഷർ കുക്കറിൽ വേവിച്ചെടുക്കണം. അതിനായിട്ട് ഒരു 150 ml കപ്പിൽ 3/4 കപ്പോളം വെള്ളം കുക്കറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ വൃത്തിയാക്കി വെച്ചിരുന്ന ചക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അടച്ചു വെച്ച് ഒരു വിസിൽ വരുന്നത് വരെയാണ് ഒന്ന് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ചക്കയൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് താളിക്കാനായിട്ട് ഒരു ചോപ്പറിലേക്ക് കുറച്ച് ചുവന്നുള്ളിയൊക്കെ ഇട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതൊക്കെ ഒന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് കടുക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിരുന്ന ചുവന്നുള്ളി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വറ്റൽമുളക് ക്രഷ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് ഉപ്പ് കുറവുണ്ടി അതും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന ചക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് പ്രഷർ കുക്കറിൽ വളരെ പെട്ടെന്ന് തന്നെ ചക്കപ്പുഴുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ വളരെ സിമ്പിളായിട്ടുള്ള ചക്കപ്പുഴുക്കൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.